ദൈവത്തിന് സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനവുമായിരിക്കാൻ ദൈവം കൃപ തരുന്നല്ലോ. ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 17 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ആത്മാവിന്റെ ചിന്തകളും ജഡത്തിന്റെ ചിന്തകളും പ്രതികൂലമായിരിക്കുന്നു എന്ന അവസ്ഥയാണ്. നമ്മൾ ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചവരാണ്. ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്താ പറയുന്നത്, എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് അല്ല നമുക്കുള്ളത്. അതിനകത്ത് ആ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്ന് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മള് എന്താ പറയുന്നേ, നമ്മൾ ജഡത്താൽ നയിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു നമുക്ക് പണ്ട്. ഇപ്പോൾ ദൈവാത്മാവിനാൽ നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആ ജഡപ്രകാരം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നു, അല്ലെ? ദൈവം നമ്മെ ഒരു സ്വാതന്ത്ര്യത്തിനാക്കുന്നതിന് മുമ്പേ അതിനു വേണ്ടിയുള്ള റിസോഴ്സസ് ഒരുക്കി. ആ റിസോഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമുക്ക് സ്വയമായി അതിനായിട്ട് പോകുവാനായിട്ട് കഴിയുകയില്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിട്ട് നമ്മെ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ നടക്കുവാനായിട്ട് ദൈവം നമ്മെ പര്യാപ്തരാക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരിൽ ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായിരിക്കണം. അതിന്റെ പ്രവൃത്തികൾ ചിലത് നമ്മൾ പഠിച്ചു. കൂട്ടുകാരനെ നമ്മെ പോലെ സ്നേഹിക്കുക, നമ്മുടെ സ്വയത്തെ വെടിഞ്ഞ് ജീവിക്കുക, നമ്മുടെ സ്വയം എപ്പോഴും നമ്മുടെ ആ ജഡാഭിലാഷത്തിന് കൂടെ നടക്കുന്നതാ. ഒരിക്കലും നമുക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് പറയുന്നു. നമ്മൾ ആത്മാവിന് കീഴടങ്ങി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ജഡത്തിന്റെ പ്രവൃത്തികളെ മരവിപ്പിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തികൾക്ക് നമ്മളെ അതിന്റെ നിയന്ത്രണത്തിൽ നമ്മെ ആക്കാതിരിക്കാനായിട്ട്, നമ്മൾ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ പറഞ്ഞു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുകയാണെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് കഴിയാതെ വരുന്നു. എന്തുകൊണ്ടാണ്? നാം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ട്. അപ്പം നമ്മള് എല്ലാ കാര്യങ്ങളും, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരം എന്നല്ല ഉദ്ദേശിച്ച ആ ജഡത്തിന്റെ മോഹങ്ങള്, ചിന്തകള്, അങ്ങനെയുള്ള കാര്യം. പക്ഷെ നമ്മളെ ശരീരം ജഡത്തിനും നമ്മെ ഉപയോഗിക്കാം, ആത്മാവിനും നമ്മെ ഉപയോഗിക്കാം. എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കിപ്പോ ഉറങ്ങണം, ശരീരത്തിന്റെ നീഡാ, അത് ആവശ്യമാത്. ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ഉറങ്ങണം, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് റെസ്റ്റ് വേണം. പക്ഷെ നമ്മൾ ഉറക്കം അധികമായി പോയാലോ അതെങ്ങനെയായിരിക്കും? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഒക്കത്തില്ല. നമ്മുടെ ശരീരം പറയും ഉറങ്ങണം, അല്ലെ? ജഡത്തിന്റെ ചിന്ത നമ്മളോട് ഉറങ്ങണം എന്ന് പറയുമ്പോ ആത്മാവ് നമ്മളോട് പറയും, നീ എഴുന്നേറ്റ് ബൈബിള് വായിക്കുക, അല്ലെ? നീ ബൈബിൾ ക്ലാസ്സിന് പോകുക. അങ്ങനെ അപ്പൊ ആ ജഡത്തിന് നമ്മളെ ആ ഒരു ലോകത്തിലേക്ക് വലിക്കുന്ന ഒരു പുള്ളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്ക് നമ്മെ വലിക്കുന്ന ഒരു പുള്ളുണ്ട്. പക്ഷെ ആത്മാവ് നമ്മെ ആ ദൈവത്തിന്റെ വചനത്തിലേക്കും അല്ലെ ദൈവത്തിനാൽ നടത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും നമ്മളെ അങ്ങോട്ട് വലിക്കുകയല്ല ചെയ്യുന്നത്. ശരിക്കും ജഡമാണ് നമ്മളെ പുള്ളി ചെയ്യുന്നത്. ആത്മാവ് നമ്മളെ ഒരിക്കലും വലിച്ചോണ്ട് പോകത്തില്ല. അത് നമ്മൾ സബ്മിറ്റ് ആക്കി കൊടുത്താലേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവം നമ്മോട് പറയും, പക്ഷെ നമ്മളുടെ കയ്യിലാണ് ചോയ്സ് ഇരിക്കുന്നത്, നമ്മൾ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത്. അപ്പൊ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ആത്മാവിന്റെ പ്രവൃത്തിക്ക് കീഴടങ്ങി പോവുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായിത്തരും, നമുക്ക് തന്നെ പ്രയോജനമുള്ളതായിത്തരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജഡത്തിന് കീഴടങ്ങി പോവുകയാണെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് കൊള്ളാത്തവരാക്കി നമ്മൾ തീർക്കും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. നാം ഒരിക്കലും ഒരു പ്ലേ ഗ്രൗണ്ടിലല്ല, നമ്മൾ ഒരു ബാറ്റിൽ ഗ്രൗണ്ടിലാണ്. അപ്പൊ ബാറ്റിൽ ഗ്രൗണ്ടിൽ എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. അത് നമ്മുടെ ജഡവും ആത്മാവ് നമ്മെ ദൈവത്തിന്റെ കാര്യങ്ങളെ പഠിക്കാനായിട്ടും ആ പ്രവൃത്തിയിലൂടെ നടക്കാനായിട്ടും ദൈവത്തിന്റെ വഴികളിലൂടെ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ, പക്ഷെ അതിനെതിരായി ഒരു പുള്ള് നമ്മൾ എപ്പോഴും ഉണ്ട്. നമ്മളിപ്പോഴും ആ ജഡത്തിലാ ജീവിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ആത്മാവിനെ നാം അനുസരിച്ച് നടക്കണം. ദൈവം നമ്മെ വെറുതെ വിടുകയല്ല. ദൈവം നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തി ക്രിസ്തുവിലാക്കിയപ്പോൾ അതിനു വേണ്ടി നമ്മെ നടത്താൻ വേണ്ടി നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിട്ട് നമ്മളെ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം ആക്കി തീർത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം
നമുക്ക് നമ്മുടെ ജഡാഭിലാഷം ആത്മാവിനുമല്ല, അത് രണ്ടും തമ്മിൽ പ്രതികൂലമാണ്. എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മറ്റേ തന്നെ പിന്നോട്ട് വലിക്കും. അതുകൊണ്ട് നമ്മള് ഈ നല്ലതേതാ? ദൈവത്തിന്റെ പ്രവൃത്തികളാണ് നല്ലത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന് കീഴടങ്ങി നമ്മെ തന്നെ 2 കൊരിന്ത്യർ 7:1 പറയുന്നത് നമ്മെ തന്നെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക, അല്ലെ? ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. നമുക്കിനി അടുത്ത വാക്യം 18ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല. അപ്പം നമുക്കറിയാം, ഒരു വിശ്വാസി ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. നമ്മൾ ഒരിക്കൽ ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു, അല്ലെങ്കിൽ നാം ജഡത്തിന്റെ കീഴിലായിരുന്നു, അല്ലെങ്കിൽ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് കീഴിലായിരുന്നു. പക്ഷെ അവിടുന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് ആക്കി തീർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ജഡത്തിന്റെ പ്രവൃത്തികളോ അല്ല പ്രവൃത്തികളും മോഹങ്ങളും അനുസരിച്ച് നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയോ നമ്മുടെ ഒരു പ്രവൃത്തിയോ നമ്മെ ദൈവത്തിങ്കിലേക്ക് നടക്കുവാനായിട്ട് കഴിയില്ല. പക്ഷെ ചില പ്രവൃത്തികളും ആചാരങ്ങളും അനുസരിക്കുന്നത് മൂലം നമ്മളെ കൂടുതൽ പാപത്തിന് കീഴിലാക്കിയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ന്യായപ്രമാണത്തിൽ ചില പ്രവൃത്തികൾ എഴുതിയിരിക്കുന്നുണ്ട്. നമ്മള് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഉപവാസം നല്ലതാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ജഡത്തിന്റെ അഭിലാഷത്തിന് വേണ്ടി നമ്മൾ ഉപവസിച്ചാൽ എന്തോ ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതിന് വേണ്ടി അവരുടെ ചിലരുണ്ട് കുഞ്ഞുങ്ങളുടെ പരീക്ഷയാകുമ്പോൾ ഉപവസിക്കും, എനിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ഉപവസിക്കും. അതല്ല ഉപവാസം എന്ന് പറഞ്ഞാൽ. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക, ദൈവത്തോട് കൂടെ ഇരിക്കുക. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾക്കല്ല നാം ദൈവത്തോട് കൂടെ ഇരിക്കേണ്ടത്. ആവശ്യങ്ങൾക്കാണ്, ആത്മീക ആവശ്യങ്ങൾക്ക് നാം ഉപവസിക്കണം. അല്ല, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കല്ല ഉപവസിക്കേണ്ടത്. ഞാൻ ദൈവത്തോട് കൂടെ ഇരിക്കുക, ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുക, ഞാൻ ദൈവത്തിൽ ഇച്ചിരി കൂടെ ആയിത്തീരുക, എനിക്ക് ദൈവത്തെ കുറിച്ച് കുറച്ചും കൂടെ ബോധം വരുവാൻ, ആ രീതിയിലായിരിക്കണം. പക്ഷെ അല്ലാതെ ഈ കൽപ്പനകളും ആചാരങ്ങളും പ്രകാരമുള്ള ഉപവാസങ്ങളും മറ്റു ചെയ്തികളും നമ്മെ പാപത്തിന്റെ ആ ഫലമായ മരണത്തിലേക്കാണ് ചേർത്തിരിക്കുന്നത്. നമ്മള് നേരത്തെ 2 കൊരിന്ത്യർ 3 കല്ലിൽ എഴുതിയത് മരണ ശുശ്രൂഷയാണ്, അത് ഹൃദയങ്ങളിൽ എഴുതിയിരുന്നല്ലേ. അപ്പൊ ആ ന്യായപ്രമാണം കൊടുത്തിരുന്ന കല്ലിലാണ്. അപ്പൊ അന്ന് ഉള്ളവർക്ക് ആ മാംസമായ ഹൃദയമില്ലാത്ത, അല്ലെങ്കിൽ ആത്മാവിനെ തന്നിട്ടില്ലാത്തതുകൊണ്ട് അത് എപ്പോഴും ഒരു മരണത്തിന്റെ ശുശ്രൂഷയായിരുന്നു. അത് നമ്മൾ യെരമ്യാവിന്റെ പുസ്തകം 31:33 ഇങ്ങനെ പറയുന്നുണ്ട്, അവർക്ക് ന്യായപ്രമാണം കൊടുത്തതായിരുന്നു. എന്നിട്ട് അവരോട് പറയാ, നിങ്ങൾക്ക് ന്യായപ്രമാണമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുവാനായിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. യെരമ്യാവ് 31:33 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, ഒന്ന് വായിച്ചു വിടാം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം, അവർക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോഴാണ് ഈ പറയുന്നത്, എന്നാൽ ഈ കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന ഒരു നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് അവർ എനിക്ക് ജനമായിരിക്കും. അപ്പൊ ആ ഒരു പുതിയ ന്യായപ്രമാണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാനുള്ള ന്യായപ്രമാണം. അപ്പൊ നാം നമ്മൾ റോമാലേഖനം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കുമാറെ നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. അപ്പൊ ആ ന്യായപ്രമാണത്തിന്റെ ഓരോ പ്രവൃത്തികളും ചെയ്തിരിക്കുന്നത് മൂലം കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിക്കുക, അല്ലെ മനഃപ്പാടമാക്കിയ ചില കൽപ്പനകൾ വായിക്കുന്നതോ പഠിക്കുന്നതോ മൂലം, ദിവസവും പള്ളിയിൽ പോകുന്നത് മൂലമോ, അങ്ങനെ ഓരോ ചെയ്തികളും നമ്മുടെ പ്രവൃത്തികൾ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അത് നമുക്ക് മരണത്തിന് കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. ആത്മാവിനാൽ നടത്തപ്പെട്ടാൽ മാത്രമേ നാം ന്യായപ്രമാണത്തിന് അധീനരല്ലാതെ ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇനിയിപ്പോ ഇവിടെ പറയുന്നത് നടക്കുന്നു എങ്കിൽ, ചോയ്സ് ആണ്. ജഡത്തെ കീഴ്പ്പെടുത്തി വിജയം വരിക്കുവാൻ നമ്മുടെ ചോയ്സാ, അല്ലെ? അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നമ്മുടെ കയ്യിൽ 2 വഴികളുണ്ട്. നമുക്ക് ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാം, നമുക്ക് ആത്മാവിന്റെ അനുസരിച്ച് പോകാം. അപ്പം ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞതുപോലെ ദൈവാത്മാവ് നമ്മെ ഒരിക്കലും നിർബന്ധിക്കുകയില്ല, നമ്മോട് പറയും. പക്ഷെ ജഡം നമ്മെ നിർബന്ധിക്കും അതിന്റെ ഇഷ്ടത്തിന് പോകുവാൻ വേണ്ടി.
നമ്മുടെ ചോയ്സ് നമ്മുടെ, നാം നടക്കുന്നു എങ്കിൽ, നാം അത് ചോയ്സ് തിരഞ്ഞെടുത്താൽ നമുക്ക് ആത്മാവിന്റെ ഫലവും മറ്റുള്ള കാര്യങ്ങളും പുറപ്പെടുവിക്കാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ ജഡത്തെ കീഴ്പ്പെടുത്തി വിജയം വരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏക വഴി ആത്മാവിന് കീഴടങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. 5:24 ഇങ്ങനെ പറഞ്ഞ്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നമുക്കിനി 19, 20, 21 വാക്യത്തിലേക്ക് പോവാം. 5:19, 20, 21 വാക്യങ്ങൾ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവിടെ ഒരു 15 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ജഡത്തിന്റെ പ്രവൃത്തികൾ ഇത് ചിലത് പറഞ്ഞിട്ടുണ്ടേ ഉള്ളൂ, ഇതൊന്നും സമ്പൂർണ്ണമല്ല. ഇതിലേറെ പ്രവൃത്തികളുണ്ട്, അതിൽ കുറച്ചു മാത്രം പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇത് നമ്മളിലും ഒക്കെ ഒരിക്കൽ ഉള്ളവയായിരുന്നു മുഴുവനും അല്ലെ. വായിച്ചു നോക്കിയാൽ നമുക്കറിയാം ഏതൊക്കെയാ നമ്മളിലുള്ളതും നമ്മളിൽ എല്ലാത്തതും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇപ്പോഴും ഇതിൽ ചിലതുകൾ നമ്മെ ആദ്യം ചെയ്യുവാനായിട്ട് അല്ലെ ആ പ്രവൃത്തികൾ നമ്മൾ ഉളവാകുന്നുണ്ട്. അപ്പം നമ്മള് വിശ്വാസികളായി ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞാലും നമ്മളിലുണ്ട് ഈ പ്രവൃത്തികളൊക്കെ. പക്ഷേ നമ്മള് ഈ പ്രവൃത്തികളൊന്നും നമ്മൾ ഇല്ലാന്ന് പറയുമ്പം നമ്മൾ കള്ളന്മാരാ അല്ലേ. യോഹന്നാന്റെ ലേഖനം അങ്ങനെയല്ല, നമ്മൾ പാപം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളന്മാരാ. പക്ഷേ നമ്മള് ഇത് ഉണ്ടെങ്കിലും വല്ലപ്പോഴും കാൽവഴുതി ചെളിയിൽ വീണ ഒരു പ്രശ്നവുമില്ല, മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നാൽ മതി. പക്ഷെ എപ്പോഴും ചെളിയിൽ തന്നെ കിടക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് മരണത്തിലേക്കാണ് നീങ്ങുന്നത്. നല്ല പ്രവൃത്തിയല്ല. ഇങ്ങനെ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായെന്ന് പറയുന്ന പോലെ അല്ലേ, ആ ചെളിക്കുള്ളിൽ വീണ്ടും ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന പന്നി എന്നൊക്കെ പറയുന്നത് പോലെ. കാരണം നമ്മൾ ഇപ്പോഴും ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതൊക്കെ കാണാം. പക്ഷേ നമ്മൾ അതിൽ തന്നെ ഇരിക്കുകയല്ല. വല്ലപ്പോഴും ഒക്കെ വരാം, പക്ഷെ എന്നും നമ്മൾ ആ കോപത്തിൽ, ചിലർ പറയുമല്ലോ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ കോപം എന്നൊക്കെ ആയിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ അതിൽ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കുക, കോപം ഒന്നും അത് ജഡത്തിന്റെ പ്രവൃത്തികൾ, അത് ദൈവാത്മാവിനാൽ നടത്തിടുന്ന പ്രവൃത്തികളല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക. ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക. അതാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ വക കാര്യങ്ങൾ അല്ലെ, ഇത്രയും 15 പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. ഈ വക കാര്യങ്ങളെല്ലാം പാപ സ്വഭാവത്തിൽ വീണുപോയ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് അല്ലെ. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇതിൽ പറയാത്ത പല കാര്യങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതാ. അപ്പം ഇതിലെ ചില പ്രവൃത്തികൾ ദൈവത്തോട് നേരിട്ട് എതിർക്കുന്നതാണ്, ചിലത് മനുഷ്യരോടുള്ളതാണ്, ചിലത് നമ്മോട് തന്നെ ഉള്ളതാണ്, നമ്മിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നു, ചിലത് ദൈവത്തോടുള്ളത്, ചിലത് മനുഷ്യനോടുള്ളത്, ചിലത് നമ്മോട് തന്നെ ഉള്ളത്. ഇതിനകത്ത് ആദ്യത്തെ 3 ഞാൻ ഒത്തിരി വിശദീകരിക്കുക, ജസ്റ്റ് 1 or 2 സെന്റൻസസ് പറഞ്ഞ് മാത്രം പോവുക. ആദ്യത്തെ 3 എണ്ണം സെക്ഷുവാലിറ്റിയോട് ബന്ധപ്പെട്ടുള്ളതാണ്. ഒന്നാമത്തെ ദുർനടപ്പ്, നമുക്കറിയാം. അഡൾട്ടറി, ഇമ്മോറാലിറ്റി, വയലേറ്റിംഗ് ദ മാരേജ് കവനന്റ് ബൈ സെക്ഷുവൽ ഇമ്മോറാലിറ്റി. ദൈവം വെച്ചിരിക്കുന്ന വിവാഹ ബന്ധത്തിന് പുറത്തുള്ള ഏത് ലൈംഗിക ബന്ധവും പാപമാണ്. ദൈവം വച്ചിരിക്കുന്ന വിവാഹ ബന്ധത്തിന് പുറത്തുള്ള ഏത് ലൈംഗിക ബന്ധവും പാപമാണ്. അഡൾട്ടറി, സെസിൻ, അങ്ങനെയുള്ളവർ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരല്ല. രണ്ടാമത്തത് അശുദ്ധി, അൺക്ലീൻനെസ്. അപ്പം ഇവിടെ ഇതിന് പറയുന്നത് പ്യുവർ അല്ലാത്ത ഏത് സെക്ഷുവൽ ആക്ടിവിറ്റിയും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ദുർനടപ്പും ഇതിനകത്ത് ഉൾപ്പെടാം. അപ്പം നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ എന്താ പറയുക ആക്ഷൻസ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ വേർഡ്സ് വിത്ത് ഡബിൾ മീനിങ്. അപ്പം
ഇതൊക്കെയും അവയിൽ ഉൾപ്പെടുന്നു. അപ്പം സെക്ഷൽ ഡിസയേഴ്സ്, മോഹങ്ങൾ, അശുദ്ധമായ ചിന്തകളെല്ലാം ഇത് ദൈവാത്മാവിന് നടത്തപ്പെടുന്നു. ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അപ്പൊ എന്തും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന ഏത് ചിന്തയെന്നും നമുക്ക് പറയാം, പ്രവൃത്തികളും ഒക്കെ. ഇനി മൂന്നാമത്തത് ദുഷ്കാമം. ദുഷ്കാമം, ഫോർണിക്കേഷൻ, പരസംഗം. ഇതിന്റെ ഗ്രീക്ക് വേർഡ് പോണിയ എന്നാണ്. പോണോഗ്രാഫി ഈ പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. അത് ഒരു വൈഡ് വെറൈറ്റി ഓഫ് സെക്ഷുവൽ സിൻസ് ആണ്. എന്താ പറയുക, എക്സാമ്പിൾ പ്രീ മാരിറ്റൽ സെക്സ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഹോമോസെക്ഷുവാലിറ്റി എന്നിവയൊക്കെ ഈ കൂട്ടത്തില് ഉൾപ്പെടുന്നുണ്ട്. വിവാഹ ബന്ധത്തിൽ ഉള്ള രണ്ടുപേർ അല്ലാത്തവർ തമ്മിലുള്ള ഏത് സെക്ഷൽ ആക്ടിവിറ്റിയും, വിവാഹ ബന്ധത്തിനുള്ള അപ്പുറത്തുള്ള സെക്ഷുവാലിറ്റി. ഓക്കെ, അപ്പം അത് സിംഗിൾ ആകാം, അത് ഡൈവോഴ്സി ആകാം, അങ്ങനെയുള്ളതെല്ലാം. അടുത്തത് രണ്ടെണ്ണം വിഗ്രഹാരാധനയും, അടുത്ത രണ്ടെണ്ണം ആഭിചാരവും റിലീജിയസ് സിൻ ആണ്. അത് ആദ്യത്തത് വിഗ്രഹാരാധന, ഐഡലട്രി. ഓക്കെ, അത് മതപരമായ പാപമാണ്. ബൈബിൾ പറയുന്ന ഏക ദൈവത്തെ അല്ലാതെ എന്തിനേയും ഏതിനേയും ആരാധിക്കുക. ഞാൻ പറയുന്ന എന്തിനേയും ഏതിനേയും ആരാധിക്കുക. അത് മനുഷ്യനാകാം, അത് വസ്തുവാകാം, അത് പെറ്റാകാം, അത് നാം തന്നെയാകാം. നമ്മുടെ അംബീഷൻസ്, നമ്മുടെ വികാരങ്ങൾ ഒക്കെ ആകാം, നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ അതൊക്കെയാകാം. നമ്മുടെ ചിന്തകൾ നമ്മെ ഭരിക്കുന്നുവെങ്കിൽ അതും ഒരു വിഗ്രഹം എന്ന് നമുക്ക് പറയാം. നമ്മള് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ദൈവം എടുക്കണ്ട, കൽപ്പന വന്നപ്പോൾ പറഞ്ഞ എന്താ? ഞാനല്ലാതെ, ആദ്യത്തെ കൽപ്പന എന്തുവാ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞു. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലും വായിക്കുന്നുണ്ട്. അത് മാത്രം ഒന്ന് വായിച്ചു പോകാം. 1 കൊരിന്ത്യർ 8-ന്റെ 4, 5, 6 വാക്യങ്ങൾ. ഓക്കെ, ത്രിയേക ദൈവമല്ലാതെ വേറൊരു ദൈവവുമില്ല. ഓക്കെ, 8-ന്റെ 4 വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ, ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നല്ലോ. പല ദേവന്മാരും, മനുഷ്യ ദൈവങ്ങളുണ്ട് അല്ലെ, പല വിഗ്രഹങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവരെ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാവുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അപ്പൊ ഏക ദൈവമല്ലാതെ ദൈവമില്ല. അപ്പം ദൈവത്തെക്കാൾ അധികമായി നാം എന്തിനോ ഏതിനോ, നമ്മുടെ സ്വയമാകാം, നമ്മളുടെ ഉയർച്ചയാകാം, നമ്മുടെ എഡ്യൂക്കേഷൻ ആകാം, നമ്മുടെ ജോലിയാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ പെറ്റ്സ് ആകാം, ഇതെല്ലാം നാം ദൈവത്തെ സ്നേഹിക്കുന്നതിൽ അധികമായി, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് അധികമായി ഞാൻ എന്തിനോടോ കൂടുതലായി ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതല്ല, ചിലവർ പറയും, ചില ഭർത്താക്കന്മാരും ഭാര്യമാർക്കും ഞാനല്ലാതെ, ഭാര്യയും ഭർത്താവും അല്ലാതെ അവരെക്കാളും കൂടുതൽ ദൈവത്തെയും സ്നേഹിച്ചേക്കുന്നതെന്ന് പറയും അല്ലെ. അങ്ങനെയല്ല, അത് രണ്ടാമത്തതാണ്. ആദ്യമാണ് ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന് മുൻപിലായി എന്തു വന്നാലും അത് വിഗ്രഹാരാധന ആണ് എന്നാണ് വചനം പറയുന്നത്. ഇനി ആഭിചാരം, സോഴ്സറി, വിച്ച് ക്രാഫ്റ്റ്. ഇത് ഫാർമക്കിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിന്റെ മൂലപദം ഗ്രീക്ക് വേർഡ് ഫാർമക്കിയ എന്നാണ്. ഫാർമസി എന്ന വാക്ക് അതിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഈ ആഭിചാരം, സോർസറിയിൽ വരുന്ന കാര്യങ്ങള്, എന്താ പറയുക, നിഗൂഢ വിദ്യകള്, വിവിധ തരം ശക്തികള്, ഈവിൾ ഫോഴ്സസ്, ഈവിൾ സ്പിരിറ്റ്, പിന്നെ മൈൻഡ് ആൾട്ടറിങ് ഡ്രഗ്സ്, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഡ്രഗുകൾ, മദ്യപാനം, അങ്ങനെയൊക്കെ ഉള്ളത്, അല്ലെ മയക്കുമരുന്നുകൾ, നമ്മുടെ മാനസിക നിലയെ ഓൾട്ടർ ചെയ്യുന്ന എന്തുമാകാം. അപ്പൊ അത് അദൃശ്യ ശക്തികളാകാം, അത് മരുന്നുകളാകാം, അല്ലെങ്കിൽ അത് മന്ത്രമോ തന്ത്രമോ എന്തെങ്കിലുമൊക്കെ ആകാം, ജാലവിദ്യ ആകാം, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ളതാകാം. അപ്പൊ എന്തും, ശകുനമാകാം, ചിലർ പറയാം
ചില അന്ധവിശ്വാസങ്ങളാകാം, നമ്മുടെ മാനസിക നിലയെ തിരിക്കുന്ന എന്തായാലും അത് ആഭിചാരത്തിന്റെ കൂട്ടത്തിലുള്ളത് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ജനം തിന്നുവാനും കുടിക്കുവാനും ഇരിക്കുന്നത് ശരിയാ, നല്ല കാര്യമല്ലേ? പക്ഷേ അവര് വിഗ്രഹാരാധനയിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ തിന്നുകയും കുടിക്കുകയും ചെയ്ത് ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയി തീർന്ന് ആ വിഗ്രഹാരാധനയിലേക്ക് പോയപ്പോഴാണ് അവരിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ. എന്നിട്ട് അവിടെ പറയുന്നത്, അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന വിഗ്രഹാരാധനയാണോ? പക്ഷെ അത് അവരെ വിഗ്രഹാരാധനയിലേക്ക് വഴിതിരിച്ചത് കൊണ്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അപ്പൊ എന്തും അങ്ങനെയുള്ളത് എന്തും അങ്ങനെയാകാം. ഇനി അടുത്ത 8 പീപ്പിൾ സിൻ ആണ്, മനുഷ്യരുടെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അത് സ്വന്തമായ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നാം ഇടപെടുന്ന പെരുമാറ്റങ്ങളോ ഒക്കെയാകാം. അപ്പൊ നമ്മള് ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിലിനി ഒന്നാമത്തായിട്ട് നമുക്ക് നോക്കാം, പക, ഹേറ്റ്രഡ്. അത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹാർട്ട്, ഒരു ഹൃദയത്തിന്റെ ഒരു എന്താണ് അശുദ്ധമായ ചിന്ത വാക്കായും പ്രവൃത്തിയായും അത് വരുന്നത്. അത് പക എന്താ, ചിലവ് പക നമ്മള് വാക്കിൽ കാണിക്കും, ചിലവ് പ്രവൃത്തിയിൽ കാണിക്കും. അത് പക, ഹേറ്റഡ്. അപ്പൊ അത് എന്താ പറയുക, ദ്രോഹചിന്ത അല്ല, ഒരു കടുത്ത ദ്രോഹചിന്തയുടെ ഒരു പ്രതികാരം അല്ലെങ്കിൽ പക, അങ്ങനെയാണ് പക എന്ന് പറയാം. ഇനി പിണക്കം, വഴക്കുകൾ, കലഹം മുതലായവ. ജാരശങ്ക, സംശയിക്കൽ, അവിശ്വാസം ഒക്കെ. ഇനി 9, ക്രോധം. ക്രോധം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന ഉഗ്ര കോപം. സാധാരണ കോപമൊന്നുമല്ല, ഉഗ്ര കോപം, ചൂടേറിയ ദേഷ്യം എന്നൊക്കെ പറയാം. ശാഠ്യം അത് സ്വയത്തിന്റെ ചിന്തയാത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുന്ന രീതിയിലുള്ളതായി ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഞാൻ എന്നുള്ള ഭാവം, എന്റേത് എന്നുള്ള വാശി, അല്ലേ? നമ്മൾ ചിലപ്പം പറയും, ഞാൻ പിടിച്ച മുയലിന് എത്ര കൊമ്പുണ്ടെന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ തന്നെ ശാഠ്യം. പിന്നെ ദ്വന്ദ്പക്ഷം, യോജിപ്പില്ലായ്മ. യോജിപ്പില്ലായ്മ മൂലം ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ചിലപ്പോ മറ്റുള്ളവരുടെ വശം പിടിക്കും, ഒരു സമയത്ത് ഒരാളുടെ വശം പിടിക്കും, ഒരു സമയത്ത് മറ്റുള്ളവരുടെ വശം പിടിക്കും, അങ്ങനെ ഒരു സ്വഭാവം. ഓക്കെ. ഇനി അടുത്തത് ഭിന്നത. അതും സ്വയത്തിൽ നിന്ന് ഉളവാകുന്നതാണ്. അപ്പൊ ആ ഒരു ചിലരുടെ അഭിപ്രായങ്ങളും ചില ചോയ്സസും മൂലം ഡിവിഷൻസ് ഉണ്ടാകുവാനായിട്ട് കഴിയും. ചിലര് മക്കള് അമ്മയുടെ വശം പിടിക്കുന്നവരുണ്ട്, ചിലര് അപ്പന്റെ വശം പിടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ചർച്ചകളിലും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുള്ളു. ചില പഠിപ്പിക്കലുകളാണ് ഹെറസി ടീച്ചിങ്സ്, ചില ഹെററ്റിക്കൽ ടീച്ചിങ്സ് അങ്ങനെ ആയിത്തീരാനായിട്ട് ഇടയുണ്ട്. പിന്നെ അസൂയ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മറ്റുള്ളവരുടെ അഭിവൃദ്ധിയിലും ഉയർച്ചയിലും എന്താ പറയുന്നത്, നമ്മൾ അസൂയ ഉണ്ടാകുന്നു. അവർ വളരുന്നത് നമുക്ക് ഇഷ്ടം അല്ല എന്നുള്ള, അവരെ പോലെ ആയിത്തീരണം എന്നുള്ള ചിന്ത നമ്മൾ വരുന്നതാണ് അസൂയ എന്ന് പറയുന്നത്. ഇനി മദ്യപാനം. ഇനി അടുത്തത് 2 സോഷ്യൽ സിൻസ് ആണ്. ഇതുവരെയുള്ളത് കുറച്ച് മനുഷ്യരിൽ ഉണ്ടാകുന്നതാണ്. ഇനി ഇത് സോഷ്യൽ സിൻസ് ആണ്. അപ്പൊ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്നത്. വെറുതെ ആൾക്കാർ പോയി മദ്യപിക്കത്തില്ല, ചിലപ്പം കൂട്ടുകെട്ടായിരിക്കാം, ചിലപ്പം ചില മനസ്സിന്റെ സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കും. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അങ്ങനെ ഒരു സോഷ്യൽ സിന്നിലേക്ക് ആയിത്തീരുകയാണ് ചെയ്യുന്നത്. വെറിക്കൂത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വച്ചേക്കുന്ന ലഹളമയമായ ആഘോഷ പ്രകടനങ്ങൾ, സമാധാനപരമല്ലാത്ത കൂട്ടായ്മകൾ, പിന്നെ പാർട്ടികൾ, മദ്യപാനം, ഇതും അങ്ങനെയെല്ലാം മറ്റതിലേക്ക് നയിക്കും. ചിലപ്പം വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല. ചില പാർട്ടി പ്രവർത്തനങ്ങൾക്കൊക്കെ സമാധാനമായ പോയ ഒരു റാലി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വഴക്കിലേക്ക് എത്തിയായി. പിന്നെ അതെന്തുമായി തീർന്നു, അത് ബസ്സൊക്കെ കത്തിരിക്കലായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പൊ ലഹളമയമായ
പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ എല്ലാം, ചിലര് അത് ലഹരി കൂടിയ പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെ ആയിത്തീരാം, അങ്ങനെ ചില കൂട്ടുകെട്ടുകളായിത്തീരാം, ചില കൂട്ടായ്മകൾ അങ്ങനെ ആയിത്തീരാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ട്. നമ്മൾ ഇത് കാര്യങ്ങളെല്ലാം പഠിച്ചു. അപ്പൊ ഇവിടെ അത് കഴിഞ്ഞ് പറയുന്നത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ നമ്മൾ നമ്മെ തന്നെ ശോധന ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഇത് ഉണ്ടോ, അങ്ങനെയുള്ള ചിന്തകളോ സ്വഭാവങ്ങളോ നമ്മൾ ഉണ്ടോ എങ്കിൽ നാം അതിനെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, വചനത്തിൽ നടക്കുക. അവിടെ പറയുന്നു, അത് കഴിഞ്ഞ് പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ താൻ അവരോട് മുൻപും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കൊരിന്ത്യർ വായിക്കുന്നുണ്ട്, ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്ന ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഉപദേശം തീമോഥെയോസിനെ വിട്ടിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ എല്ലാ സഭകളിലും എല്ലാവരോടും പറയാൻ ഇതൊക്കെ തന്നെയുള്ള, ഇതൊക്കെ തന്നെ ജഡത്തിന് കീഴടങ്ങാതെ ജീവിക്കുക, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. അപ്പൊ ഇവിടെ ഇത് ആർക്കാ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത്? വിശ്വാസികളുടെ സഭയ്ക്കാ മുന്നറിയിപ്പ് കൊടുക്കുന്നല്ലേ. അവിശ്വാസികളോടല്ല പറയുന്നത്. അവിടെ ചില ജഡത്തിന്റെ പ്രവൃത്തികളിലൂടെ നടക്കും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ പല സമയങ്ങളിൽ നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങൾക്ക് അപ്പോഴെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പോഴും ജഡത്തെ അനുസരിച്ച് നടക്കാത്ത ചിലർ അവരിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ആത്മാവിനെ അനുസരിച്ച് നടക്കാത്ത ചിലർ അവിടെ ഉണ്ട്, അവരോടാണ് പറയുന്നത്. അപ്പൊ അതിപ്പോ നമ്മോടുമാണ് പറയുന്നത്. നമ്മളും ഇങ്ങനെയുള്ള ചില ചിന്തകളും ഉണ്ടാകാം, പ്രശ്നങ്ങളും. നമ്മളും മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കലേക്ക് വരിക. അപ്പൊ 6-ാം അധ്യായത്തിലെ ഗലാത്യർ 6:7-8 പറയുന്നുണ്ട്, വായിക്കാം. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പൊ നമ്മൾ ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുകയാണെങ്കിൽ ഈ 15 കൂട്ടം കാര്യങ്ങളും അതിനപ്പുറത്തുള്ള കുറെ കാര്യങ്ങളൊക്കെ, അല്ലെ അതിലില്ലാത്ത കുറെ കാര്യങ്ങളും എല്ലാം നമുക്ക്, എല്ലാ കാര്യം ഞാൻ പറഞ്ഞ എല്ലാത്തിന്റെയും ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇതൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ ഇത് നമുക്ക് തന്നെ ദോഷവും, അതുപോലെ തന്നെ ദൈവത്തോടുള്ള നിന്ദയും, അതുപോലെ തന്നെ മറ്റു മനുഷ്യരോടുള്ള അവർക്ക് വിഷമത്തിന് കാരണമായിരുന്നു. നമ്മൾ പക ഉണ്ടാക്കുമ്പോൾ, എക്സാമ്പിൾ, നമുക്ക് സമാധാനം ഉണ്ടോ? നമുക്ക് സന്തോഷമുണ്ടോ? കേൾക്കുന്നവർക്ക് സന്തോഷമുണ്ടോ? ഒരിക്കലുമില്ല. അത് ദേഷ്യവും വൈരാഗ്യവും വർദ്ധിക്കാനായിട്ട് ഇടയായി തീരും. അതുപോലെ നമ്മുടെ കോപം, ക്രോധം, ശാഠ്യം, ഈ ദ്വന്ദ്വപക്ഷം എല്ലാം നമ്മൾക്ക് തമ്മിലും സമാധാനമില്ല, നമുക്കുള്ളിലും സമാധാനമില്ല, മറ്റുള്ളവരോടും സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. അപ്പം അവിടെ ഗലാത്യയില് ചിലര് വിചാരിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൈവത്തിന് കുഴപ്പമില്ല, ഇനിയും നമ്മുടെ പാപ ജീവിതത്തിൽ തന്നെ നടന്നു പോകാമെന്ന് ചിന്തിക്കുന്ന ചിലർ ഉണ്ടായിരുന്നായിരിക്കാം. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ അവരോട് പറയുന്നത്. അപ്പം അങ്ങനെ ജീവിക്കുന്നവർ ഇനിയും തന്റെ പാപ സ്വഭാവങ്ങളിൽ എനിക്ക് കഴിഞ്ഞു ജീവിക്കാം എന്ന് പറയുന്ന സ്വയം വഞ്ചിക്കുക ചെയ്യുന്നവരാണ്. അവർക്ക് ദൈവത്തിന്റെ ദൈവരാജ്യത്തിൽ അവകാശമാക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുന്നു. അപ്പം ദൈവത്തിന്റെ വ്യവസ്ഥ ലോകത്തു നിന്നും വ്യത്യസ്തമാണ്. പിന്നെ ലോകത്തിന്റെ വ്യവസ്ഥയിൽ എല്ലാവർക്കും സ്വാഗതം, അല്ലേ? അവിടെ ചോയ്സസ് ഒന്നുമില്ല, എല്ലാവർക്കും എവിടെയും പോകാം. പക്ഷെ ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് നമ്മളുടെ ചോയ്സസ് ആണ് നിൽക്കുക എന്നുള്ള. ദൈവം നമ്മെ ഒരിക്കലും പുഷ് ചെയ്ത് കൊണ്ടുപോകത്തില്ല, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യത്തിന് അവകാശികൾ ആകുകയില്ല. നമ്മൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അന്യായം ചെയ്യുന്നവരാരും ദൈവരാജ്യത്തിന് അവകാശികൾ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിനും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. 6:9, 1 കൊരിന്ത്യർ 6:9, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. നടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോവികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാരന്മാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ഒന്നും ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇങ്ങനെ അടുത്ത വാക്യം പറഞ്ഞു, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ.
സകലത്തിലും നമ്മളിത് പഠിച്ചതാ, സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിൽ ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. പറഞ്ഞാൽ വേറെ ഒരു കൊരിന്ത്യലേഖനത്തിന്റെ മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ട്, സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും സകലവും എനിക്ക് പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും സകലവും എനിക്ക് ആത്മീക വർധന വരുത്തുന്നതുമില്ല. ഇവിടെ സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകില്ല. അത് എന്റെ ചോയ്സാ. അത് അല്ലെ, എനിക്ക് എല്ലാത്തിനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ തിരഞ്ഞെടുക്കുക എന്നുള്ളത് എന്റെ ചോയ്സാ. ക്രിസ്തുവിന്റെ ആ സ്വാതന്ത്ര്യത്തിനകത്ത് നിൽക്കുക എന്നുള്ളത് എന്റെ ചോയ്സാണ്. ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്ക്, എന്നാൽ ദൈവം അതിനെ ഇല്ലായും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിന്. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. അപ്പം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവത്തിന്റെ ചോയ്സിനനുസരിച്ച് ദൈവമാർഗത്തിലൂടെ നടന്നാൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചതുപോലെ നമ്മെയും ഉയർപ്പിക്കും. നാം ദൈവ മക്കളായി തീർന്നു, കർത്താവിനുള്ളവരാണ്. ക്രിസ്തുവിന്റെ വരമെങ്കിൽ നമ്മൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് എങ്കിൽ തന്നെയും നാം ആ ദൈവത്തിന്റെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ അല്ല, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത് പോലെ ജീവിച്ചാൽ മാത്രമേ, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേക്കുന്നത്, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും അവന്റെ ശക്തിയാൽ ജീവിപ്പിക്കും എന്ന് പറയുന്നത്. എന്നിട്ട് 19-ാമത്തെ വാക്യം, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്കു വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. അപ്പം ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നമ്മുടെ ശരീരത്തെ ആക്കിയിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് വസിക്കാൻ കൊള്ളാവുന്ന മന്ദിരമായി നാം എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചതുപോലെ അവന്റെ ശക്തിയാൽ നമ്മെയും ഉയർപ്പിക്കും. അപ്പം നാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടും നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നാം ഇരിക്കാതെ നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോയാൽ നാം എങ്ങും എത്തുകയില്ല. ഓക്കെ, ഒരു വാക്യം കൂടെ വായിച്ചിട്ട് പോകാം. എഫേസ്യ ലേഖനം 5:5, 6, 7 അതും ഇത് തന്നെയാണ്, എന്നാലും വായിക്കാം. എഫേസ്യ ലേഖനം 5:5, ദുർനടപ്പുകാർ, അശുദ്ധൻ, വിഗ്രഹാരാധ്യ, ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, നമ്മൾ പറയാത്തൊരു കാര്യം, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്ന. ദ്രവ്യാഗ്രഹം അതും വിഗ്രഹാരാധനയാണ്. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിനുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പം നാം ജഡത്തിന്റെ പ്രവൃത്തികളല്ല നമ്മൾ കാണിക്കുന്നതിന് വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ കാണാം. കുറെ വാക്യങ്ങളുണ്ട്, പക്ഷെ ഞാനൊന്നും അങ്ങോട്ട് പറയുന്നില്ല, നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം ദൈവ ചോയ്സ് നമ്മുടേതാണ്. ദൈവം എല്ലാവരും നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്നുള്ളത്. നമ്മള് അപ്പോസ്തല പ്രവൃത്തികൾ 17:30 ഇങ്ങനെ പറയുന്നു, എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. നമ്മൾ 2 പത്രോസിന്റെ ലേഖനത്തിലും വായിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് എടുത്തിട്ട് പോകാം. 2 പത്രോസ് 3:9, 10, 11 വാക്യങ്ങൾ. 9 മതി. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ.
നമ്മൾ ഈ ഈ പ്രവൃത്തികളൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്ന എല്ലാവരും അവിടെ എത്തിച്ചേരണമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് ശരിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക. പിന്നെ നമ്മുടെ സ്വയത്തിന്റെയും പാപത്തിന്റേതുമായ സ്വഭാവങ്ങളെ നമ്മൾ അംഗീകരിക്കുക. നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയോ ഇതെന്റെ ഒരു ബലഹീനത. ചിലവര് കുറെ എക്സാജറേറ്റ് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ. നമ്മള് സാധാരണ കാര്യങ്ങൾ അല്ലാതെ അത് ഇച്ചിരി കൂടെ പൊടിപ്പം തൊങ്ങലും വെച്ച് പറയുന്നത് അത് പാപമാ, അത് ജഡത്തിന്റെ പ്രവൃത്തിയാ. അതൊക്കെ നമ്മൾ വിചാരിക്കുവോ അത് എന്റെ ഒരു ബലഹീനതയാ? അല്ല, അതൊരു പാപമാ. അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി അതിനെ നമ്മള് മാനസാന്തരപ്പെട്ടു പോകുക, അതിനെ ഒഴിവാക്കി പോവുക. അപ്പൊ നമ്മള് അംഗീകരിക്കുക എന്നിലൊരു കുഴപ്പം ഉണ്ടെന്ന്, നമ്മളൊരു സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മളെ അതല്ലേ പഠിപ്പിക്കുന്നത്? വചനം കണ്ണാടിയല്ലേ? അപ്പൊ നമ്മൾ ഓരോ വചനവും വായിക്കുമ്പോൾ അയ്യോ എന്നിൽ അതുണ്ടല്ലോ, കർത്താവെ എന്നോട് ക്ഷമിക്കണേ, നമ്മൾ അംഗീകരിക്കുക, എന്നിൽ അത് ഉണ്ടെന്ന് അംഗീകരിക്കുക. അതാണ് പ്രശ്നം. നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രശ്നം അതാണ്, നമുക്ക് അംഗീകരിക്കാൻ മനസ്സില്ല. നമ്മൾ ദൈവമക്കളാ, നമ്മൾ വിശുദ്ധിയായിട്ട് നടക്കുന്നവരെ എല്ലാം ഒക്കെ തന്നെ, പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള പാവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് അംഗീകരിക്കുക, മാനസാന്തരപ്പെടുക. എന്നിട്ട് ആ പാപ സ്വഭാവങ്ങളെ അംഗീകരിക്കുന്നത് കൂടെ തന്നെ അതെല്ലാം ദൈവത്തിൽ അർപ്പിക്കുക. കർത്താവേ എനിക്കിങ്ങനെ സ്വഭാവമുണ്ട്, അത് എനിക്ക് മാറ്റിത്തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തോട് യാചിക്കുക, അല്ലെ? മുട്ടുക, യാചിക്കുക. നമ്മളുടെ ഭൗതിക കാര്യങ്ങളൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവരാ. മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആത്മീക കാര്യങ്ങൾ നന്നാകാൻ വേണ്ടി, ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കാൻ വേണ്ടി നാം എത്ര മുട്ടിപ്പായി പ്രാർത്ഥിക്കും, അല്ലെ? നമ്മൾ മുട്ടിപ്പായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ ഇതിൽ നിന്നും അടിമപ്പെടാതെ ജീവിക്കാനുള്ള മാർഗം ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിനെ ചെവി കേൾപ്പിക്കുക. നമ്മളെ ലോകത്തിലോട്ടാണ് നമ്മുടെ ചെവി മുമ്പോട്ട് പോകുന്നത്. ലോകത്തിന്റെ ശബ്ദങ്ങളാണ് നമ്മൾ മുഴുവനും കേൾക്കുന്നത്, അല്ലെ? ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ദൈവത്തോട് കൂടെ അടുത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിന്റെ ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കാതെ ആത്മാവിന്റെ ശബ്ദങ്ങൾക്ക് ചെവി കൊടുത്ത് ജീവിക്കാനായിട്ട് കഴിയില്ല. ആത്മാവിന്റെ ശബ്ദം ചെറുതാണ്, ലോകത്തിന്റെ ശബ്ദങ്ങളാണ് വലുത്. അപ്പൊ ആ ലൗഡായ സൗണ്ടിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ മാറിയിരുന്നാൽ മാത്രമേ ആ ചെറിയായ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് ഒക്കത്തുള്ളൂ. അതുപോലെ നിരന്തരമായി വചനം വായിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മെ ആ ജഡത്തിന്റെ പ്രവൃത്തികളിൽ വലിഞ്ഞു പോകാതെ നാം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് പറഞ്ഞതുപോലെ നാമും ആ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മത്തായി 5:3 ഇങ്ങനെ പറയുന്നല്ലോ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ആത്മാവിലെ ദാരിദ്ര്യം എന്താ? ആത്മാവിലെ ദാരിദ്ര്യം എനിക്ക് കർത്താവെ ഞാൻ എങ്ങും ആയിട്ടില്ല, ഒട്ടും ആയിട്ടില്ല എന്നുള്ളൊരു ചിന്ത, ആ ഒരു ദാരിദ്ര്യം, കർത്താവിനോടുള്ള കൂടുതൽ ഇരിക്കാനുള്ള വാഞ്ച. അയ്യോ കർത്താവെ പഠിച്ചിട്ട് അങ്ങോട്ട് തീരുന്നില്ലല്ലോ, ഇനിയും പഠിക്കണം, വായിച്ചിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ലല്ലോ, ഇനിയും അങ്ങോട്ട് വായിക്കണം, കർത്താവിനെ കൂടുതലായിട്ട് അറിയണം, ദൈവസന്നിധിയിലേക്ക് നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ ആ ദാഹിച്ചു വരണ്ട അവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരണം. അതെന്താ? ഭൗതികമായ വാഞ്ചയല്ല, ആത്മീകമായ ദാരിദ്ര്യവും ഭൗതികമായ എന്തുകൊണ്ടാണ്ടേ സംതൃപ്തിയും നമുക്കുണ്ടാകണം. ആത്മീകമായ ദാരിദ്ര്യവും ഭൗതികമായ സംതൃപ്തിയും നമുക്കുണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട അങ്ങനെയാണ്, കർത്താവെ ആത്മീകമായ ദാരിദ്ര്യവും ഭൗതികമായ ലോക കാര്യങ്ങളെ കുറിച്ചുള്ള സംതൃപ്തിയും എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ദൈവം നമുക്കറിയാം നമുക്ക് എന്തൊക്കെ വേണമെന്ന്, അല്ലേ? അതെല്ലാം ദൈവം നമുക്ക് ഓരോ ദിവസവും നമുക്ക് തരും. പക്ഷെ നമ്മൾ ആത്മീയ കാര്യങ്ങൾ ദൈവത്തോട് കൂടുതൽ അപേക്ഷിച്ചാൽ ദൈവത്തിന്റെ പക്കൽ ഒരു റിസോഴ്സിനും കർത്താവിന്റെ പക്കൽ കുറവില്ല. കർത്താവ് അവൻ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കോണം സമ്പന്നനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ ആത്മീയ കാര്യങ്ങളെ നമുക്ക് എത്രത്തോളം തരാൻ ദൈവം സമ്പന്നനാണ് എന്ന് അറിയണം. അപ്പൊ നമുക്ക് കൃപമേൽ കൃപ എന്നല്ലേ പറയുന്നത്? അപ്പൊ എല്ലാവർക്കും കൃപ ലഭിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ, അല്ലെ? കൃപ ലഭിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനെയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ പലരിലും ആത്മാവിന്റെ അളവും കൃപയുടെ അളവും ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ എത്രത്തോളം കർത്താവിനോട് കൃപയ്ക്കും ആത്മാവിനും വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ഒരവസ്ഥയുണ്ട്. നമ്മള് ദൈവത്തിലേക്ക് വരുമ്പോ ആത്മാവ് ഉണ്ട് നമ്മൾ, പക്ഷെ
അത് വർദ്ധിച്ചു വരുന്നൊരവസ്ഥയുണ്ട്. ആത്മാവിന്റെ ഒരു നിറവുണ്ട്. ആത്മാവിന്റെ നിറവിലായി മാത്രമേ നമുക്ക് ആ ജഡ സ്വഭാവത്തെ നമുക്ക് മരിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ കൂടുതലായി എന്നിൽ പകരണമേ. എല്ലാവരിലും ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിനെയും കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കൂടുതൽ വാഞ്ചിക്കുന്നുവോ നമുക്ക് കൂടുതൽ കിട്ടുവാനായിട്ട് ഇടയായി തീരും. നമ്മുടെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് ദൈവം നമ്മിൽ ആത്മീക കാര്യങ്ങളെ വർഷിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹമുള്ളവരായി തന്നെ. അതാണ് ഇവിടെ പറയുന്നത്, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരല്ല കൂടുതൽ ആവശ്യപ്പെടത്തുള്ള കർത്താവിനോട്. അപ്പൊ ആ ദാരിദ്ര്യം അനുഭവിക്കുന്നവര് എനിക്ക് കൂടുതൽ വേണം. നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ദാഹം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം കുടിക്കും അല്ലേ? പക്ഷെ നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും? ആ ദാഹം തീരുന്നത് വരെ കുടിക്കും അല്ലേ? അതുപോലെ തന്നെയാ ആത്മീക കാര്യങ്ങൾ. നമുക്ക് ആത്മീക ദാഹം ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കാനുള്ള ഒരു താല്പര്യം നമുക്ക് വരും. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല. കർത്താവേ എന്റെ വചനം ഭക്ഷിപ്പാനും കുടിപ്പാനുമുള്ള ദാഹവും വിശപ്പും തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളേക്ക്. അന്ത്യകാലത്താ, അന്ന് വചനമൊക്കെ ദുർലഭമായിരിക്കും. അന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുമായിരിക്കും, കർത്താവേ അപ്പത്തിനാളുടെ വിശപ്പല്ല വെള്ളത്തിനാളുടെ. അവർക്കിപ്പം പണ്ട് അപ്പത്തിനും വെള്ളത്തിനും ഒക്കെ ക്ഷാമമൊക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുള്ള ക്ഷാമമൊന്നുമില്ല. അപ്പൊ നമ്മൾ കൂടുതൽ പ്രാർത്ഥന, അപ്പത്തിനാളുടെ വിശപ്പല്ല വെള്ളത്തിനാളുടെ ദാഹവുമല്ല, ദൈവമേ അങ്ങയുടെ വചനം ഭക്ഷിപ്പാനും കുടിപ്പാനുള്ള ദാഹവും വിശപ്പും തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ എനിക്ക് ആത്മീക ദാരിദ്ര്യം തരണമേ, ഭൗതികമായി എന്നെ സംതൃപ്തിയുള്ളവളാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണല്ലോ ഇത്. ഗലാത്യലേഖനം 5:22 മുതലുള്ള വാക്യങ്ങൾ. ആത്മാവിന്റെ ഫലം അല്ലെ? ആത്മാവിന്റെ ഫലം നമുക്ക് പഠിക്കാം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് കുറച്ച് 9 കാര്യങ്ങൾ അല്ലെ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല എന്ന് പറയുന്നു. അപ്പം ആത്മാവിന്റെ ഫലം ഏത് ആത്മാവിന്റെ ഫലമാണ്? വിശ്വാസിയുടെ ആത്മാവിന്റെ ഫലമാണോ? അല്ല. ആ ദൈവത്തിന്റെ ആത്മാവ് ഒരു വിശ്വാസിയിൽ വസിക്കുന്നത് മൂലം പുറപ്പെടുവിക്കുന്ന ഫലമാണ്. അപ്പൊ നമ്മുടെ ആത്മാവിന് ഒരു ഫലവും പുറപ്പെടുവിക്കാനൊക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് മൂലം ആ ആത്മാവിനാൽ പുറപ്പെടുവിക്കുന്ന ഫലമായതുകൊണ്ടാണ് അതിനെ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫലമല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പുറപ്പെടുവിക്കുന്ന ഫലമാണ്. നമ്മുടെ ഫലം എന്തായിരിക്കും? മുമ്പേ പറഞ്ഞതൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം ജഡത്തിന്റെ പ്രവൃത്തികൾ, നമ്മൾ മുമ്പേ പറഞ്ഞു ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ ഫലവും. ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്ന മാനുഷിക ഊർജത്താൽ അല്ലെങ്കിൽ എനർജിയാൽ ഉളവാകുന്നതാണ്. അത് നമുക്കും മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്നതാണ്. പക്ഷെ ആത്മാവിന്റെ ഫലമെന്ന് പറയുന്നത് നമ്മളുടെ പ്രവൃത്തികൾ ഉണ്ടാകുന്നതല്ല, നമ്മിൽ ഉളവാകുന്നതാണ്. അതിന്റെ ഫലം നമുക്കും മറ്റുള്ളവർക്കും ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുന്നതാണ്. അപ്പം ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മളിലും മറ്റുള്ളവരിലും ദോഷം പ്രവർത്തിക്കുമ്പോൾ ആത്മാവിന്റെ ഫലം ക്രിസ്തുവിന്റെ സൗരഭ്യം നമ്മളിലും മറ്റുള്ളവരിലേക്കും പകരുവാനായിട്ട് ഇടയായിത്തീരും. നമ്മള് ഫ്രൂട്ട്, സ്പിരിറ്റ് ഓഫ് ദ ഫ്രൂട്ട് എന്നല്ലേ പറഞ്ഞത്? ഫ്രൂട്ടിന്റെ വിശേഷതകളൊക്കെ എന്തുവാ? ഫ്രൂട്ട് ഒരു മുന്തിരി വള്ളി കൊമ്പ് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കൊമ്പിന്റെ പ്രവൃത്തി ആണോ മുന്തിരിങ്ങ കായ്ക്കുക എന്നുള്ളത്? ഒരിക്കലുമല്ല. ആ വള്ളിയിൽ വസിക്കുന്നതിന്റെ ഫലമാണ് ആ മുന്തിരിങ്ങ ഉണ്ടാകുക എന്നുള്ളത് അല്ലേ? മുന്തിരിവള്ളി കൊമ്പിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ, അല്ല കൊമ്പ് മുന്തിരിവള്ളിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതിന് ഫലമേ ഇല്ല. പക്ഷെ ആ വള്ളി ആ കൊമ്പ് വള്ളിയിൽ ആ ചെടിയിൽ വസിക്കുന്നത് കൊണ്ടാണ് അതില്
എന്തുണ്ടാകുന്നേ? മുന്തിരിങ്ങ ഉണ്ടാകുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇതൊന്നും ഉണ്ടാകത്തില്ല. നാം ക്രിസ്തുവിൽ വസിക്കുന്നത് ഒരു ഫ്രൂട്ടിനെ പോലെ തന്നെ. ഫ്രൂട്ട് ഒരു പ്രവൃത്തിയാലും അതിന്റെ പ്രവൃത്തിയാൽ ഉണ്ടാകുന്നതല്ല, അത് ആ ചെടിയിൽ വസിക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ട് ഫ്രജൈലാണ് അല്ലെ? ഇത് മറ്റേത് എന്താ പറയുക, നമ്മള് മറ്റു ജഡത്തിന്റെ പ്രവൃത്തികൾ കഠിനകരങ്ങളാണ്, ഇത് പക്ഷേ സോഫ്റ്റ് ആണ്. പിന്നെ ഫ്രൂട്ട്സ് റീപ്രൊഡ്യൂസസ് ഇറ്റ് സെൽഫ്, അത് മറ്റൊരു വിത്തിന് ജന്മം നൽകുന്നതാണ്. അത് അതുപോലെ തന്നെ റിഫ്രഷ് ചെയ്യുന്നതാണ്, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതാണ് അല്ലെ? ഇത് പാപത്തിന്റെ പ്രവൃത്തികൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഒരു റിഫ്രഷ്നും തരുന്നില്ല, അവരെ വേദനിപ്പിക്കുന്നതാണ്. ഈ നമ്മളെ സ്നേഹം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് സന്തോഷം ഉണ്ടാകാം, സമാധാനം ഉണ്ടാകാം. ഈ പ്രവൃത്തികളൊക്കെ അത് ഒന്നിൽ നിന്നും മറ്റൊന്നിനെ, ഫ്രൂട്ടിനെ പോലെ തന്നെ വേറൊരു വിത്തിനെ ഉളവാക്കുന്നതാണ്. പിന്നെ ഫ്രൂട്ട് ഈസ് അട്രാക്റ്റീവ്. ഒരു പഴം അത് നല്ല കാണാൻ ഭംഗിയുണ്ടല്ലേ, പക്ഷെ അതുപോലെ തന്നെയാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരെ ആർക്കേലും ഇഷ്ടമുണ്ടോ? ഒരിക്കലും ഇല്ല. എങ്കിൽ എല്ലാവരോടും സമാധാനമായി സന്തോഷമായി ഇരിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കാൻ, അവരുടെ സാമീപ്യത്തിൽ വസിക്കാന് എല്ലാവർക്കും താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട് നറിഷസ്, അത് നമുക്ക് ഫലം തരുന്നതാണ്, നമ്മളെ അത് ഊർജമുള്ളവരാക്കി തീർക്കുകയാണ്, നമ്മളെ റിഫ്രഷ് ചെയ്യുന്നതാണ് അത് ഉള്ളത്. ഇനി ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, അത് ഒരു എന്താ പറയുന്നത്, സിംഗുലറാ പറഞ്ഞേക്കുന്നത് അല്ലെ? ഫലങ്ങൾ എന്നല്ല, ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ അല്ലാതെ നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നാ പറയുന്നത് അല്ലെ? വർക്ക്സ് ഓഫ് ദ ഫ്ലഷ്, അത് പ്ലൂറൽ ആയിരുന്നു, ഇത് സിംഗുലർ ആണ്. ഒരു ഒരു എന്താ പറയുക, ഇങ്ങനെ പറയുന്നുണ്ട്, അത് 9 ഗ്രേസസ് ആണ് ആ ഫലം എന്ന് പറയുന്നത്. 9 വിധത്തിലുള്ള കൃപകൾ ചേർന്നുള്ള ഒരു ഫലമാണ് ഈ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. 9 ഗ്രേസസ്, 9 നിലത്തിലുള്ള കൃപകൾ ചേർന്നുള്ളതാണ് ഈ ഒരു ഫലം എന്ന് പറയുന്നത്. അപ്പം പിന്നെ സിംഗുലർ അതാകാൻ കാരണമെന്ന് പറയുന്നത്, ഇത് നമ്മുടെ ആരുടെയും പ്രവർത്തികളല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്നതാണ്. അത് ഒരേ ആത്മാവ് എല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചാണ് അങ്ങനെയുള്ള പ്രവൃത്തി ഉണ്ടാകുന്നത്. അപ്പം ഒരേ ആത്മാവിനാൽ ഉണ്ടാകുന്ന, പലരാൽ ഉണ്ടാകുന്നതല്ല, ഒരേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, എന്നാലും ശ്രദ്ധിച്ചിരിക്കുക. കാരണം ജഡത്തിന്റെ പ്രവൃത്തികൾ ഓരോരുത്തരോരുത്തർ ചെയ്യുന്നതാ അല്ലേ? പക്ഷെ ഇവിടെ ആത്മാവിന്റെ ഫലം, സമാധാനവും സന്തോഷവും ഒക്കെ എല്ലാവരിലും ഉണ്ട് എങ്കിൽ തന്നെയും അത് ഒരേ ആത്മാവിനാൽ അല്ലെ ആ പ്രവർത്തിക്കുന്ന ഒരു ഫലമാണ്. അപ്പൊ ഈ ഒരേ ആത്മാവിനാൽ ഒരാളിൽ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ചില കൂട്ടായ ഫലങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തരും. അപ്പൊ കൂട്ടായ ഫലമല്ല, കൂട്ടായ സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരേ ആത്മാവ് എല്ലാവരിലും പ്രവർത്തിക്കുക കൂട്ടായ കുറെ സ്വഭാവ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്നേഹം, സന്തോഷം, സമാധാനം എന്നുള്ളത് ഒരു നമ്മൾ കൊല കറ്റ എന്നൊക്കെ പറയത്തില്ലേ? കൊലയെന്ന് പറയുമ്പം അതിനകത്ത് കുറെ പഴങ്ങളും ഒക്കെ ഉണ്ടല്ലേ? കറ്റ എന്ന് പറയുമ്പോൾ പല നെൽമണികളുണ്ട്, പക്ഷെ അതിനകത്ത് പിന്നെ ഒരു കതിരെടുത്ത് മാറ്റിയിട്ട് അതിനെ കറ്റയെന്ന് പറയത്തില്ലല്ലോ. അതെല്ലാം കൂടെ കൂടിച്ചേർന്നിരിക്കുക. പക്ഷെ ഒരേ ആത്മാവിനാൽ ദൈവാത്മാവ് നമ്മൾ പ്രവർത്തിച്ച് കുറെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഉണ്ടാക്കുകയും അത് ഒരു പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. അത് ഒരു പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുക. ആ ഏത് പ്രവൃത്തിയാ? ക്രിസ്തുവിന് അനുരൂപമാകുക എന്ന പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുന്ന. അപ്പൊ ഒരേ ആത്മാവ് നമ്മൾ ഈ സ്വഭാവ വിശേഷങ്ങൾ എല്ലാം തന്നതിന് ശേഷം അതിലൂടെ ക്രിസ്തുവിന് അനുരൂപമാകുക എന്ന പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. ഒരേ ആത്മാവ്, ഒരേ പ്രവൃത്തി, അതുകൊണ്ടായിരിക്കാം അത് സിംഗുലർ ആണെന്ന് പറയുന്നത്. അല്ല, ചിലർ പറയുന്നുണ്ട് സ്നേഹത്തിന്റെ പ്രവൃത്തികളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്.
ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പൊ സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്നതാണ് എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പല വിശദീകരണങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു വിശദീകരണം ഇങ്ങനെ പറയുന്നത് അത് 9 ഫോൾഡ് ഗ്രേസസ് ആണ്. അപ്പൊ ആ 9 നിലയിലുള്ള കൃപകൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഒരേ ആത്മാവ് പലരിലും ഒരുപോലെ പ്രവർത്തിച്ച് പല പല സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഉണ്ടാക്കിയും അത് ക്രിസ്തുവിന് അനുരൂപമാകുക എന്ന പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ഒരേ ആത്മാവ് ഒരേ പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമ്മെ നയിക്കുന്ന ഫലം ആയതുകൊണ്ടായിരിക്കാം അതിനെ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. അപ്പൊ യൂണിഫൈഡ് ഹോൾ എന്ന് പറയുന്നുണ്ട്. കളക്ഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം ഒന്നായി ഒരു ഫലമായി പ്രവർത്തിക്കുന്നു. അപ്പൊ ആ ഫലം എല്ലാം ചേർന്നിട്ട് ക്രിസ്തുവിന് അനുരൂപമാകുക എന്ന ക്രിസ്താനുരൂപതയിലേക്ക്, ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ഇടയായിട്ടുണ്ട്. സിംഗുലർ ആണ്, പക്ഷെ ഒരു ക്ലസ്റ്റർ ആണ്. കറ്റ, കൊല എന്നൊക്കെ നാം പറയുന്നത് പോലെ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആ ക്രിസ്താനുരൂപരാകുക എന്ന പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുകയുള്ളൂ. ആത്മാവിന്റെ ഫലവോ അവിടെ എങ്ങനെയല്ലേ പറയുന്നത്, ഇവയ്ക്ക് അത് നമ്മൾ വെളിപ്പെടുന്നതാണ്. ഇനി നമ്മൾ ആദ്യത്തെ ഒന്ന് ആത്മാവിന്റെ ഫലമോ. അപ്പൊ ആത്മാവിന്റെ ഫലം ഞാൻ ആദ്യമൊന്ന് പറഞ്ഞായിരുന്നു, ഇത് ചിലത് മനുഷ്യരോടുള്ളത്, ചിലത് ദൈവത്തോടുള്ളത്, അതുപോലെ ചിലത് നമ്മുടെ സ്വന്തമായി ഉണ്ടാകുന്നതാണ്. പക്ഷെ ആദ്യത്തെ 3 നമുക്ക് പറയാം അത് ദൈവത്തോടും മനുഷ്യരോടും ഉള്ളതാന്ന് പറയാം. സ്നേഹം. ഓക്കെ, സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹം നമുക്ക് ആദ്യമുള്ള സ്നേഹം ആരോടാ വരേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം. അപ്പം ദൈവത്തോടുള്ള സ്നേഹം നല്ലതായി വന്നാൽ മാത്രമേ മനുഷ്യരോട് സ്നേഹം ഉണ്ടാകുവാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പൊ ആ സ്നേഹം, അപ്പൊ ചിലർ ഞാൻ പറഞ്ഞ പോലെ ചിലരെല്ലാം പറയുന്നുണ്ട് മറ്റതെല്ലാം സ്നേഹത്തിന്റെ സവിശേഷ ഗുണങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സ്നേഹം എല്ലാത്തിലും ഫിറ്റ് ചെയ്യുന്നുണ്ട്. സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്, സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ട്, എല്ലാം ഉണ്ട് അവിടെ അല്ലേ. അപ്പം ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം അഗപ്പേ ലവ് ആണ്. അഗാപ്പേ ലവ്, അത് ഇമോഷണലായ ലവ് അല്ല, അത് ഫിസിക്കലായുള്ള ലവ് അല്ല, ഫാമിലിയിലായിട്ടുള്ള ലവ് അല്ല, പക്ഷെ അത് റെസ്പെക്ട് ആൻഡ് അഫെക്ഷൻ നമ്മെ തരുന്നതാണ്. സെൽഫ് ഗിവിങ് ലവ് എന്ന് പറയും. അപ്പൊ സെൽഫ് സാക്രിഫിഷ്യൽ ലവ്, അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെത്താൻ കൊടുക്കുന്ന സ്നേഹം. കർത്താവ് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തതുപോലെയുള്ള സ്നേഹം, അത് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിന് നമ്മെ സമർപ്പിക്കുന്ന സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവുമാകും. 1 കൊരിന്ത്യർ 13 വായിക്കുന്നില്ല, സ്നേഹം സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുക, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അപ്പൊ ഒരിക്കലും ഉതിർന്നു പോകാത്ത സ്നേഹം അല്ലെ, ആ ഒരു സ്നേഹമാണ് ഇത്. ദൈവത്തോടുള്ള സ്നേഹം, ആദ്യം ദൈവത്തോട് പിന്നെ മനുഷ്യരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം, ആത്മാവിന്റെ ഫലം. അപ്പം ആ സ്നേഹം ഹൃദയത്തിൽ നിന്നും സ്വയമായി ആ ദൈവത്തിന്റെ ആത്മാവിനാൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ പ്രകൃതിയാലുള്ള സ്നേഹത്തെക്കാൾ അധികമായുള്ള സ്നേഹം നാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു നമ്മൾ അറിയല്ലേ, നമ്മൾ ആദ്യം കർത്താവിനെ അറിഞ്ഞപ്പോൾ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു തിരതള്ളൽ നമ്മൾ ഉണ്ടാകുന്നല്ലോ. അത് പക്ഷെ ആ തിരമാല, ആ തിരതള്ളൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നു. നമ്മൾ കുറെ കഴിയുമ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കാനുള്ള ആഗ്രഹം നമ്മൾ വരത്തില്ലേ? നമ്മളെ സ്നേഹിക്കുന്നവരോട് കൂടുതൽ ചേർന്നിരിക്കാനുള്ള ആഗ്രഹം വരത്തില്ലേ? അത് സ്റ്റാഗ്നന്റ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നതല്ല, അത് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും
ഇൻക്രീസ് ചെയ്യുന്നതാണ്. നമ്മള് പക്ഷെ അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സ്വഭാവ ഗുണങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇന്ദ്രിയ ജയം, ക്ഷമ, വിശ്വസ്തത എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വെളിപ്പെടുവാനായിട്ടിടയായി തീരുന്നത്. കാരണം ഇത് ഇപ്പൊ നമുക്ക് അതൊക്കെ ഇച്ചിരി നമ്മൾ ആ സ്നേഹത്തിലൊക്കെ വളർന്നു കഴിഞ്ഞൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ഇന്ദ്രിയ ജയം നമുക്കില്ലല്ലോ. നമുക്ക് എത്ര ഉണ്ട് ഇന്ദ്രിയജയം അല്ലെ? ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളർന്നു വരണം. നമ്മള് പത്രോസിന്റെ ലേഖനം ഞാൻ ഒന്ന് വായിക്കാൻ, 2 പത്രോസ് 1:4 മുതലുള്ള വാക്യങ്ങൾ. കാരണം ഇത് വളർന്നു വരുന്നതാണ്, ഇത് കൂട്ടിക്കൊണ്ടേയിരിക്കണം നമ്മള്. പത്രോസ് 1:4 മുതലുള്ള വാക്യങ്ങൾ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമാക്കി തീർക്കണം. അതു നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയും അവിടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇങ്ങനെ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. എന്ന് പറഞ്ഞാൽ നാം വർദ്ധിപ്പിക്കേണ്ടതാണ്. അത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നാം എത്രത്തോളം ദൈവത്തിന്റെ ആത്മാവിന് കീഴടങ്ങി ജീവിക്കുമോ, എത്രത്തോളം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ലേ പറയുന്നത്. അപ്പൊ എത്രത്തോളം നാം സമാധാന കാംക്ഷികളായിരിക്കുന്നു, അത്രത്തോളം നമുക്ക് സമാധാനത്തിൽ, സന്തോഷത്തിൽ, സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയും. അത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് ഒരു സന്തോഷം കൊണ്ട് നമുക്ക് ഒരെണ്ണോടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ആത്മാവിന്റെ ഫലം സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം, അത് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതായിരിക്കണം. ദൈവികമായ സ്നേഹമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയാത്ത സ്നേഹം. പക്ഷെ ദൈവാത്മാവ് നമ്മളിൽ വർദ്ധിപ്പിച്ച് തരുന്ന സ്നേഹം. ആത്മാവിന് അടങ്ങിയിരിക്കുക, നാം നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മരവിപ്പിച്ചിട്ട് ആത്മാവിന് ആ സ്നേഹത്താൽ നടപ്പെട്ടവരായി തീരും. ഇനി രണ്ടാമത്തത് സന്തോഷം. അപ്പൊ ഈ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം എന്നതിന് പറയുന്നതിന് അങ്ങനെയല്ലാതെ ആത്മാവിന്റെ ഫലമോ സ്നേഹം, ആത്മാവിന്റെ ഫലമോ സന്തോഷം, ആത്മാവിന്റെ ഫലമോ സമാധാനം, ഇങ്ങനെ പറയണം. അപ്പൊ അങ്ങനെയാണ് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിലും അങ്ങനെ ആത്മാവിന്റെ ഫലമോ സന്തോഷം. രണ്ടാമത് ജോയ്, അതും സന്തോഷം, അതും നമുക്ക് ദൈവത്തോടുള്ള സന്തോഷം. സങ്കീർത്തനക്കാരനൊക്കെ പറയുന്നിട്ടല്ലേ, പരമാനന്ദ സന്തോഷം, ദൈവത്തിന്റെ ആ ഒരു പരമാനന്ദത്തിലേക്ക് എന്നെ ആക്കി തീർക്കണമേന്ന്. ആ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന ഒരു സന്തോഷം, അതുപോലെ മനുഷ്യരോടുമുള്ള സന്തോഷം, നമ്മളിൽ തന്നെ ഉള്ള സന്തോഷം. പക്ഷെ ആ നമ്മുടെ സന്തോഷം ഒരിക്കലും, ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ എക്സ്റ്റേണൽ കാര്യങ്ങളെ അനുസരിച്ചുള്ളതായിരിക്കില്ല. ചിലർക്ക് സമ്പത്ത് കൂടുമ്പോൾ സന്തോഷമുണ്ട്, സമ്പത്ത് കുറയുമ്പോൾ ആ സന്തോഷം നശിക്കും. ചിലപ്പോൾ സൗന്ദര്യം കൂടിയാൽ സന്തോഷമുണ്ട്, സൗന്ദര്യം നശിച്ചാൽ സന്തോഷം പോകും. പിന്നെ അങ്ങനെയുള്ള കാര്യം, എഡ്യൂക്കേഷന്, ജോലി, അങ്ങനെയുള്ള എന്താ പറയുന്നത്, ജോലി കയറ്റം കിട്ടിക്കഴിഞ്ഞ, പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞ സന്തോഷം, അത് കിട്ടിയില്ലെങ്കിൽ സന്തോഷക്കുറവ്. അങ്ങനെയല്ല, നമ്മളുടെ സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ടതല്ല നമ്മളുടെ സ്വകീയ സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് രോഗം വന്നാലും സന്തോഷിക്കും, നമുക്ക് ദൈവം സൗഖ്യം തന്നാലും ദൈവം നമുക്ക് സന്തോഷിക്കും. രണ്ടിലും സന്തോഷിക്കുന്ന അത് അവസ്ഥ പൗലോസ് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, കഷ്ടത, ഉപദ്രവം എന്നിവ സഹിപ്പാൻ ഞാൻ
ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാ? കർത്താവ് പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞത് കൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന അവസ്ഥ. ഓക്കെ, അപ്പൊ സാത്താന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളെ ആ സന്തോഷം ഇല്ലാതാക്കുന്നതാണ്. ദൈവത്തിലുള്ള സന്തോഷം നമ്മൾ നശിപ്പിക്കുന്നു, മനുഷ്യരുള്ള സന്തോഷം നമ്മൾ നശിപ്പിക്കുന്നു, അതുപോലെ നമ്മളിലുള്ള സന്തോഷവും കെടുത്തിക്കളയുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ സന്തോഷം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ഭൂമിയിലുള്ള എന്തിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ നിത്യതയിലാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിലാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്, അല്ലെ ദൈവികമായതിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. ഈ ലോകത്തിലെ ഒന്നിലുമല്ല നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്, ദൈവത്തിലാണ്, ദൈവിക കാര്യങ്ങളിലാണ്, നിത്യതയിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിട്ട് എന്നപ്പോ അവരെന്തോത്തിനാ പാടി സ്തുതിച്ചത്? കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കാനല്ല, അവര് പാടി സ്തുതിച്ചപ്പോഴാണ് അവർ കാരാഗ്രഹത്തിൽ മോചനം പ്രാപിച്ചത്. പക്ഷെ അവരെ പാടി സ്തുതിച്ചത് അവരുടെ കഷ്ടങ്ങളിലും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ അവർക്കിടയായതിൽ അവര് സ്തുതിച്ചത്, അല്ലെ? അവരുടെ ആ പൗലോസ് കയ്യില് വിലങ്ങ് കെട്ടി ഇട്ടോണ്ടിരിക്കുമ്പോഴാണ് ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പേൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. എൻ്റെ ആ ഒരു കൈ വിലങ്ങിനായും സ്തോത്രം, എൻ്റെ ജയിൽവാസത്തിനായും സ്തോത്രം എന്ന് പറയുന്ന അതിലും സന്തോഷിക്കുന്നതാണ് ആ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ നാം ആരാണ് എന്നതിലാണ് ഒരു ദൈവ പൈതലിന്റെ സന്തോഷം. നമുക്ക് എന്തുണ്ട് എന്നതിലല്ല നമ്മളുടെ സന്തോഷം, നാം ആരാണ് എന്നതിലാണ് സന്തോഷം. അപ്പം നാം ദൈവ മകളാണ് എന്നതിലാണ് സന്തോഷം, അല്ലെങ്കിൽ ദൈവം എനിക്ക് ഇതെല്ലാം തന്നത് കൊണ്ടൊന്നല്ല എൻ്റെ സന്തോഷം, ഞാൻ ദൈവ മകളാണ് എന്നതിലാണ് സന്തോഷം. അപ്പം നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് ദൈവത്തിലാണ്, ദൈവികമായതിലാണ്, നിത്യതയിലാണ്, നമ്മുടെ പൗരത്വത്തിലാണ്. ഞാൻ ആരാണ് എന്നതിലാണ്, അല്ലെങ്കിൽ എനിക്കുള്ളതിലല്ല എൻ്റെ സന്തോഷം ഇരിക്കുന്നത്. അപ്പൊ ഈ എനിക്കുള്ളതിൽ സന്തോഷം നാം അനുഭവിക്കുന്നു എങ്കിൽ അത് എൻ്റെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എൻ്റെ സന്തോഷത്തിന്റെ അളവും മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ, ആ ക്രിസ്തുവിൽ വളരുകയാണെങ്കിൽ, എൻ്റെ കഷ്ടതകളിലും എനിക്ക് ആ സന്തോഷം പകരുമായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, പുറത്ത് ദുഃഖം അകത്ത് ഭയം, എങ്കിലും ആ ഒരു സന്തോഷം എനിക്ക് ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു, ആശ്വാസം എന്നിൽ പെരുകിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. എന്നിട്ട് പറയുന്നത് പുറത്ത് ദുഃഖവും അകത്ത് ഭയം, ഇതെല്ലാം ഉണ്ടായിട്ടും സന്തോഷവും ആശ്വാസവും കവിയുന്ന എന്തൊരു ആശ്വാസം അല്ലേ. അത് അനുഭവിക്കുന്നവർക്ക് ആശ്വാസം മനസ്സിലാകാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇത് ദൈവം തരുന്നതാണ്. ഇത് നമ്മളുടെ ആത്മാവ് പുറപ്പെടുവിക്കുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതായതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറുന്നതല്ല. ആത്മാവിന്റെ ഫലമെന്നുള്ളത് അത് നാം ആരെന്നുള്ളതാണ്, നാം ദൈവത്തിൽ ആരെന്നുള്ളതിലാണ് അതിൽ ആശ്രയിക്കുന്നത്. നമുക്ക് അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ജഡത്തിനാൽ നടത്തപ്പെടുന്നവരല്ല, നാം ആത്മാവിനെ നടത്തപ്പെടുന്നവരാണ്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമെങ്കിൽ നമുക്ക് ആത്മാവിന്റെ ഫലം നമ്മിൽ പുറപ്പെടുവിക്കാൻ കഴിയും. അതിനുവേണ്ടി ദൈവം നമ്മളെ എല്ലാവരെയും ഈ വാക്കുകൾ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.